ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ബൈ ഡേ സ്റ്റോറീസ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് വളരെ രുചികരമായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രസമാണ്. രസം എന്ന് പറയുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരുന്നുണ്ടാകില്ലേ? അപ്പോൾ എളുപ്പത്തിൽ അത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. വരും. 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. മിക്സിയിലാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കല്ലാണെങ്കിൽ അതിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് ചതച്ചെടുത്തിട്ട് കാണിച്ചു തരാം. കുരുമുളക്, ജീരകം, വറ്റൽമുളക്, ഒരു പിഞ്ച് ഉലുവ ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ഇങ്ങനെ തരി വേണം കേട്ടോ. പിന്നെ അടുത്തത് 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, ഒന്ന് ചതച്ചെടുത്താണ്. ഇങ്ങനെ തന്നെ വേണം, കൂടുതൽ നന്നായിട്ട് പേസ്റ്റ് ആവാൻ പാടില്ല കേട്ടോ. അതാണിത്. പാത്രം അടുപ്പത്ത് വയ്ക്കുക. നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കുരുമുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടായി വരാനേ പാടുള്ളൂ, കൂടുതലായിട്ട് മുരിഞ്ഞു വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ടൊന്ന് പച്ചവാസന പോകുന്നവരൊന്ന് വേവിക്കുക. കുറച്ച് കറി ലീവ്സ് ഇട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇപ്പോൾ പച്ചവാസനയെല്ലാം ലൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇത്രേ ആവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി കട്ട് ചെയ്തതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എളുപ്പത്തിലെടുത്ത പുളിയാണ്. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുകൂടാതെ തന്നെ 2 കപ്പ് വെള്ളം എക്സ്ട്രാ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് വെള്ളമാണ്, അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഒരു 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. കായപ്പൊടിയാണ് 2 പിഞ്ചുണ്ട് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നല്ലോണം തിളയ്ക്കാൻ പാടില്ല. ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. മിഡിലിൽ ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഇത് അടിപൊളി രസമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് മിഡിൽ മാത്രം വരുമ്പോൾ നമുക്കത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ രസം മിഡിൽ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. വെട്ടി തിളയ്ക്കാൻ പാടില്ല നമ്മുടെ രസം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം.
കൂടുതൽ സമയം ഇനി വെക്കാൻ പാടില്ല. അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുക്കുക. ഇത് ഒരു 15 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് ബോളൊക്കെ എടുത്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ രുചികരമായ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രസം അടിപൊളിയായിട്ടുണ്ട്. അത് റെഡിയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വയറിന് പെട്ടെന്ന് കുടിക്കാനും നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് കണ്ടിട്ട് ഇതുമാതിരി ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ഒന്ന് ചെയ്യണേ. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.